കഥ സ്വാന്തനം. എഴുതി അവതരിപ്പിക്കുന്നത് ഷൈല കണിച്ചാർ. ഒരു തരം വിഭ്രാന്തിയിൽ വീടിനകത്തേക്ക് അവൾ ഓടിക്കയറി. മനസ്സും ശരീരവും തളർന്ന ജീവച്ഛവമായ ഒരവസ്ഥ. ദേഹം മുഴുവനും ഒരു വിറയൽ, അതിലേറെ മനസ്സിൽ ഒരു നെരിപ്പോട് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നോ രണ്ടോ വർഷങ്ങളായിട്ട് മനസ്സിൽ താലോലിച്ചു കൊണ്ടിരുന്ന നിറവാർന്ന സ്വപ്നങ്ങളാണ് അല്പം മുമ്പ് കൊഴിഞ്ഞു വീണത്. മനം മയക്കുന്ന ആകാരവും പുഞ്ചിരിയും ഒറ്റനോട്ടത്തിൽ തന്നെ തന്റെ അന്തരംഗത്തിൽ ആത്മഹർഷം പൂവിടർത്തി. ഒരു നനുനനുത്ത തൂവൽ സ്പർശം പോലെ ഫസ്റ്റ് ഇംപ്രഷൻ. സ്വർണത്തേരിലെത്തിയ രാജകുമാരനായി അയാളും സ്വയംവരം പന്തലിലെത്തിയ രാജകുമാരിയായി താനും. മറ്റൊന്നും ഭൂതലത്തിലില്ല. പ്രണയവർണ്ണങ്ങൾ പൂക്കുന്ന പ്രായം. വർണ്ണങ്ങളും പൂക്കളും പൂന്തോട്ടവും മനമയക്കുന്ന ഗന്ധങ്ങളും മാത്രം. സുസ്മേരവദനം ഇടയ്ക്കിടെ ഇടവഴിയിലും പാടവരമ്പത്തും പ്രത്യക്ഷപ്പെടാറുണ്ട്, സ്വപ്നങ്ങൾക്ക് ചാരുത പകരാൻ. രണ്ടു വീടിനപ്പുറമുള്ള വാടക വീട്ടിലെ അന്തേവാസികളിൽ ഒരുവൻ, അമ്മയുടെയും അച്ഛന്റെയും ഏട്ടന്മാരുടെയും പൊന്നുമോളായ ഭവ്യ എന്ന ഈ ഡിഗ്രിക്കാരി പെൺകുട്ടി. വായനയും ഒപ്പം സമചതുര പെട്ടിയെയും സ്നേഹിച്ചു നടക്കുന്ന പൂക്കാലം. അയാളുടെ മൗനത്തിൽ വളരെയധികം വാചാലതയുണ്ട്. ആ വിരഹത്തിനോ വേദനയുടെ നീർച്ചുഴിച്ചാലുകൾ പതഞ്ഞൊഴുകുന്നു. ആ സങ്കല്പങ്ങൾക്ക് അതിരുകളില്ല. വിഹായസിലേക്ക് പറന്നുയരാൻ വെമ്പുന്ന മനസ്സുകൾ. ഒരിക്കലെല്ലാം തുറന്നു പറയാൻ അവസരം കിട്ടി. ഒപ്പമുണ്ടാകണമെന്നും പക്ഷികളിൽ ഒന്നിന് ശക്തി കുറഞ്ഞു പോയാൽ കൂടെ കൂട്ടുമോ എന്നുള്ള തീർച്ചയും. സീമാതീതങ്ങളായ കനവുകൾ സമാന്തരങ്ങളായി നീണ്ടുപോകാനായിരുന്നു വിധി. കോളേജിൽ നിന്നും കണ്ടുമുട്ടുമ്പോൾ മൈഥിലി ടീച്ചറിന്റെ ഓർമ്മപ്പെടുത്തലുകൾ. ചപലമാണ് കുമാരിമാരുടെ മനസ്സ്, പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാണത്രേ. പക്ഷേ ആ തരളിത മനസ്സുകൾ സ്നേഹത്തിന്റെ ഉറവുകൾ തേടി അലയുന്നു. കണ്ടെത്തിയാലോ ഇളകാത്ത മനസ്സാകും. നിഗൂഢമാണത്. വിസ്മൃതിയിലാകും. ഭൂതം കാക്കുന്ന പൊന്നിനെ പോലെ കോട്ടകൊത്തളങ്ങളിൽ അടച്ചുപൂട്ടും. പിറകെ നടന്ന് ലെറ്റർ തരാൻ ആരും ധൈര്യപ്പെട്ടില്ല. കൂട്ടുകാരുടെ അനുഭവങ്ങൾ ഒരു തമാശയായി തള്ളിക്കളയുകയായിരുന്നു പതിവ്. കുടുങ്ങിപ്പോയവരെല്ലാം തിരികെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടേയുള്ളൂ. പിന്നെ ഇപ്പോൾ തനിക്ക് ഇതെന്തു പറ്റി? സ്നേഹത്തിന്റെ ചില അകംപൊരുളുകൾ കോളേജ് കാമ്പസിൽ ആർക്കും തൊടാൻ കൊടുക്കാതിരുന്ന കട്ടിപിടിച്ചിരുന്ന മനസ്സ്. പലരും അശ്രാന്ത പരിശ്രമം നടത്തി നോക്കി. ആർക്കും വിട്ടുകൊടുക്കാത്ത ഒരു ജേതാവിനെ പോലെ വിജയിച്ചു നിന്നതാണ്. എന്നിട്ടിപ്പോൾ എല്ലാം വിസ്മരിച്ച് മനസ്സിലെ പ്രേമം എന്ന അമൂല്യതയെ പുറത്തെടുത്തിരിക്കുന്നു. വിചാരങ്ങളുടെ വേലിയേറ്റത്തിന് അവസാനം ഇങ്ങനെയൊക്കെ ആയി തീർന്നു. പ്രണയ സിംഹാസനത്തിലെ രാജ്ഞിയായി വാഴുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ ഓർമ്മയുടെ മണിച്ചേപ്പിൽ നിന്നും എടുത്ത് ഓമനിക്കാൻ തോന്നിയത്. എല്ലാം പ്രഹസനങ്ങളായിരുന്നു എന്ന് മാത്രം. കടിഞ്ഞാണില്ലാത്ത മനസ്സ് ഒരിക്കൽ തന്റെ ശരീരത്തെയും വഹിച്ച് ആ വാടക വീട്ടിൽ ചെന്നെത്തി. മുൻവശത്തെങ്ങും ആരെയും കണ്ടില്ല. വിറയാർന്ന കാലടിയോടെ ഓരോ മുറിയിലെയും എത്തി നോക്കി. അവസാനം എത്തിച്ചേർന്ന മുറിയിൽ കണ്ട കാഴ്ച ഹൃദയത്തെ അത്യന്തം സ്ഫോടനാത്മകമാക്കുന്നതായിരുന്നു. അവിടെ കുന്നുകൂടി കിടക്കുന്ന സ്ഫോടക വസ്തുക്കൾ, നിർമ്മിച്ചു കഴിഞ്ഞതും നിർമ്മാണത്തിൽ ഇരിക്കുന്നവയും നിരനിരയായി അടുക്കി വെച്ചിരിക്കുന്നതുമായ ഒരു മിനി ബോംബ് നിർമ്മാണശാല. ചവിട്ടി നിൽക്കുന്ന തറ പോലും പൊള്ളുന്നതായി തോന്നി ഭവ്യയ്ക്ക്. ഭാഗ്യം, ആരുടെയും കണ്ണുകൾ തന്റെ കണ്ണുകളുമായി കോർത്തു വലിച്ചില്ല. സ്വപ്നത്തിന്റെ മണിമേടകൾ തകർന്നു തരിപ്പണമായി ഒരു നിമിഷം കൊണ്ട്. പക്ഷേ പിന്നീടെപ്പോഴോ ആശ്വാസം കുളിർകാറ്റായി തന്നെ തഴുകി തലോടി. ചേട്ടനോട് പറയാതെ വയ്യ. ദേശസ്നേഹത്തെ പറ്റി വാതോരാതെ പ്രസംഗിച്ചു നടക്കുന്ന ചേട്ടനെ കളിയാക്കാറുണ്ടായിരുന്ന താൻ ഈ വിവരം അറിയിക്കാതെ ഒളിച്ചു വെച്ചാൽ ഇല്ല, പറയാതെ വയ്യ. പറയാതിരുന്നാൽ ഭവിഷ്യത്ത് വലുതാണ്. തനിക്കൊന്നും സംഭവിച്ചുമില്ലല്ലോ. കുറച്ചു കാലത്തെ സ്വപ്നങ്ങൾ ചവിട്ടി മെതിക്കപ്പെട്ടു എന്നല്ലേ ഉള്ളൂ. സാരമില്ല, അറിയിച്ചു ചേട്ടന്മാരെ. നിയമത്തിന്റെ നൂലിഴകളിൽ തന്റെ സ്വപ്നത്തിന്റെ തേർ തെളിച്ച രാജകുമാരനും എത്തിച്ചേരട്ടെ. അയാളും ആ ഇരുണ്ട മുറിക്കുള്ളിൽ തടവറകളെ സ്നേഹിക്കട്ടെ. തന്റെ നന്മ നിറഞ്ഞ മനസ്സെല്ലാത്തിനും ശുഭശകുനമായി. ഈ ഇന്ത്യയുടെ വിരിമാറിൽ എവിടെയെങ്കിലും പൊട്ടിച്ചേറേണ്ടിയിരുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ നിരപരാധികളായ മനുഷ്യാത്മാക്കളുടെ ഛിന്ന ഭിന്നമായി തകരേണ്ടിയിരുന്ന ശരീരാവശിഷ്ടങ്ങൾക്കിടയിൽ ഭവ്യ എന്ന ഈ താനും ഉൾപ്പെട്ടേനെ. അറിഞ്ഞ നിമിഷം അമ്മയുടെ കരസ്പർശം
എന്നേക്ക് നീളുന്ന സാന്ത്വനമായി നിലകൊണ്ടു. സർവസഖയായ ഭൂമിദേവിയുടെ തലോടൽ പോലെ തോന്നി. നന്ദി, നമസ്കാരം.